അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ. ബഹുമാന്യരായ സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പോലും നോറ്റിട്ടില്ലാത്ത ഒരു നോമ്പ് ആണ് നമ്മുടെ സഹോദരങ്ങളായ ചില ആളുകൾ ഈ ഷഅബാൻ 15 അന്ന് നോൽക്കാൻ പോകുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയില്ല അങ്ങനൊരു നോമ്പുണ്ട് എന്ന്. ഏതാണ് ആ നോമ്പ്? അതെ, ബറാഅത്ത് നോമ്പ് എന്ന നോമ്പ്. ബറാഅത്ത് നോമ്പ് നോൽക്കുകയാണ് ഞാൻ എന്ന നിയ്യത്തോടു കൂടെ സുന്നത്ത് നോമ്പ് നോൽക്കുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പരിചയമല്ല. അതുപോലെ തന്നെ ഇസ്ലാമിക ലോകത്തെ ഏറ്റവും വലിയായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം അനുഷ്ഠിച്ചിട്ടില്ല. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അനുഷ്ഠിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോ അശറത്തുൽ മുബശ്ശിരീങ്ങൾക്കോ മുഹാജിറുകൾക്കോ അൻസാറുകൾക്കോ ഒന്നും പരിചയമില്ലാത്ത, അവരാരും നോറ്റിട്ടില്ലാത്ത ഒരു നോമ്പാണ് ഈ ബറാഅത്ത് നോമ്പ്. എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ പോകുമെന്ന് ഉറപ്പ് പറഞ്ഞ റളിയല്ലാഹു അൻഹും വ റളു അൻഹു, അള്ളാഹു അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു, അള്ളാഹുവിന് അവരും തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് അള്ളാഹു സർട്ടിഫിക്കറ്റ് കൊടുത്ത ഈ ഉമ്മത്തിൽ ഏറ്റവും നല്ല മനുഷ്യന്മാർ അവർ നോറ്റിട്ടില്ല ബറാഅത്ത് നോമ്പ് എന്നൊരു നോമ്പ് ഷഅബാൻ മാസം 15. സഹോദരങ്ങളെ, അത്തരം ഒരു നോമ്പാണോ നമ്മൾ നോൽക്കാൻ പോകുന്നത്? അള്ളാഹു പഠിപ്പിക്കാത്തൊരു നോമ്പാണ്, ബിദ്അത്തായൊരു നോമ്പാണത് എന്നർത്ഥം. നോക്കൂ നിങ്ങൾ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരു നല്ല രീതിയിൽ എനിക്ക് സത്യം എന്തെന്നറിയണം, ഇത് ഇസ്ലാമിലുള്ള നോമ്പാണോ അല്ലയോ എന്നറിയണം എന്ന് വിചാരിച്ച് പഠിക്കാൻ ഒരുങ്ങുകയാണെങ്കിൽ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇസ്ലാമിൻ്റെ ആദർശവും അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളുമായി ഇസ്ലാമിൽ ഒരു കാര്യം ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ അന്വേഷിക്കുക എങ്ങനെയാണ്? അള്ളാഹു ആ കാര്യം പറഞ്ഞിട്ടുണ്ടോ ഖുർആനിൽ നോക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വിഷയത്തെ എന്തെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടോ എന്ന് നോക്കും. ഖുർആനിലും സുന്നത്തിലും ഇത്തരം ഒരു നോമ്പിനെ പറ്റി പറഞ്ഞിട്ടേ ഇല്ല. നോക്കൂ നിങ്ങൾ, നമുക്കൊക്കെ അറിയാവുന്ന ഹദീസിൻ്റെ ഗ്രന്ഥമാണ്, എല്ലാവരും അംഗീകരിക്കുന്ന, കേരളത്തിലെ സലഫികളായാലും സമസ്തക്കാരായാലും എല്ലാ ആളുകളും അംഗീകരിക്കുന്ന ഒരു ഹദീസ് ഗ്രന്ഥമാണല്ലോ സ്വഹീഹുൽ ബുഖാരി, ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹിയുടെ. അതിൽ ഒരുപാട് നോമ്പുകളെ കുറിച്ച് പറയുന്നുണ്ട്, ഫർലായ നോമ്പുകളെ കുറിച്ച് പറയുന്നുണ്ട്, സുന്നത്തായ നോമ്പുകളെ കുറിച്ച് പറയുന്നുണ്ട്. ആ സുന്നത്തായ നോമ്പുകളുടെ കൂട്ടത്തിൽ എവിടെയും ബറാഅത്ത് നോമ്പ് എന്നൊരു നോമ്പ് കാണൂല. ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസ് ഉണ്ട്, നോമ്പുകളെ പറ്റി പറയുന്നുണ്ട്, സുന്നത്ത് നോമ്പുകളെ പറ്റി പറയുന്ന ഒരുപാട് സുന്നത്ത് നോമ്പ് പറയുന്നുണ്ട്. അതിലെവിടെയും ബറാഅത്ത് നോമ്പ് എന്നൊരു നോമ്പിനെ പറ്റി കാണാൻ കഴിയില്ല. ഇമാം ദാവൂദ് ആയാലും ഇമാം നസായി ആയാലും ഇവരാരും സ്വഹീഹായ ഒരു ഹദീസിലൂടെ ഈ ബറാഅത്ത് നോമ്പ് എന്നൊരു നോമ്പ് മുസ്ലിമീങ്ങൾക്ക് ഷഅബാൻ 15 ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു നോമ്പ് പരിചയപ്പെടുത്തിയിട്ടില്ല. പിന്നെ എന്തിനാണ് നമ്മൾ ആ നോമ്പ് നോൽക്കുന്നത്? മാത്രല്ല സമസ്തയുടെ പ്രസിഡൻ്റായിരുന്ന കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ ആ സമസ്തയുടെ പ്രസിഡൻ്റായിരുന്നു. സമസ്ത കേരള ജംഇഅത്തുൽ ഉലമയുടെ പ്രസിഡൻ്റായിരുന്ന കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ അദ്ദേഹത്തോടൊരു ചോദ്യം ചോദിച്ചത് TK മൊയ്ദ് മുസ്ലിയാർ എന്ന് പറയുന്ന ഒരാളാണ്. അതെ, അദ്ദേഹത്തിൻ്റെ ചോദ്യം ഇങ്ങനെയാണ്: ബറാഅത്തിന് പ്രത്യേക നോമ്പ് സുന്നത്താണെന്ന് തൃക്കരിപ്പൂരിലെ ഒരു മുസ്ലിയാർ വാദിക്കുന്നു, മറ്റൊരു മുസ്ലിയാർ സുന്നത്തല്ല എന്നും വാദിക്കുന്നു. ഈ വിഷയത്തിൽ ഷാഫിഈ മദ്ഹബിൻ്റെ വിലപ്പെട്ട അഭിപ്രായവും തീരുമാനവും വിവരിച്ച് എഴുതി തരുവാൻ വിനീതമായി അപേക്ഷിച്ചുകൊള്ളുന്നു എന്നാണ് ഇദ്ദേഹം ചോദിച്ച ചോദ്യം. എഴുതി ചോദിക്കാൻ. അതിന് മറുപടിയായി കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ അദ്ദേഹം പറയുന്നത് ഫതാവൽ കുബറ എന്ന് പറയുന്ന ഇബ്നു ഹജർ ഹൈത്തമിയുടെ ഒരു ഗ്രന്ഥം, ആ ഗ്രന്ഥത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വന്ന ഉദ്ധരണി എടുത്തുകൊണ്ടാണ്. നോക്കൂ നിങ്ങൾ, അതിൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: അതെ, അയ്യാമുൽ ബീള് എന്ന് പറയുന്ന നോമ്പുണ്ട്, എല്ലാ മാസവും 13, 14, 15 ദിവസങ്ങളിൽ നോൽക്കുന്ന നോമ്പാണ്. ആ നോമ്പ് എന്ന നിലക്ക് ഈ ദിവസങ്ങളിൽ നോമ്പ് നോൽക്കുകയാണെങ്കിൽ അത് സുന്നത്താണ് എന്നല്ലാതെ സ്വന്തം ബറാഅത്തിൻ്റെ നോമ്പായ നിലക്ക് സുന്നത്തല്ലെന്ന് സ്ഥിരപ്പെട്ടു. നോക്കൂ, ബറാഅത്ത് എന്ന രൂപത്തിൽ, ബറാഅത്ത് നോമ്പ് എന്ന രൂപത്തിൽ നോമ്പ് ഇല്ല എന്ന കാര്യം സ്ഥിരപ്പെട്ടിട്ടുണ്ട്.
എന്നാൽ അയ്യാമുൽ ബീദിൻ്റെ ദിവസങ്ങളിൽപ്പെട്ട ദിവസമാണല്ലോ ഷാബാൻ 15, എല്ലാ മാസങ്ങളും 15-ാം ദിവസം നോമ്പുണ്ട്. ആ നിലക്ക് അന്ന് നോമ്പ് വെൽക്കാന്നല്ല, ബറാത്ത് നോമ്പ് വേറെ നോമ്പില്ല എന്ന് അഹമ്മദ് മുസ്ലിയാർ, കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ, സമസ്തയുടെ പ്രസിഡന്റ് പറയാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മാത്രമല്ല ആ വിഷയത്തിൽ വന്ന ഹദീസ് കൂടെ അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട്. എന്താ, ഇബ്നു ഹജർ ഹൈതമി തൻ്റെ ഫത്താവൽ കുബറ എന്ന് പറയുന്ന ആ ഗ്രന്ഥത്തിൽ അതുമായി ബന്ധപ്പെട്ട് വന്ന ഹദീസിനെ സംബന്ധിച്ച് പറയാൻ, വൽ ഹദീസുൽ മദ്കൂർ അൻ ഇബ്നു മാജ ലഈഫുൻ, ഇബ്നു മാജയെ തൊട്ട് ഉദ്ധരിക്കുന്ന ഈ ഹദീസ് ഉണ്ടല്ലോ ബറാത്ത് നോമ്പുമായി ബന്ധപ്പെട്ട്, അത് ലഈഫാണ് എന്ന്. നോക്കൂ നിങ്ങൾ, ഇതേ കാര്യം പി മുഹമ്മദ് മുസ്ലിയാർ കാരക്കുന്ന് എന്ന ഒരു ഉസ്താദ് അദ്ദേഹത്തിൻ്റെ ബറാഅത്ത് രാവ് എന്ന് പ്രത്യേകമായി എഴുതി രേഖപ്പെടുത്ത ഒരു പുസ്തകമാണ്. ബറാഅത്ത് രാവിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്ന പുസ്തകം, അത് SYS ബുക്കാണ് പുറത്തിറക്കിയത്. അതിലും ഈ കാര്യം എടുത്തു പറയുന്നുണ്ട്, ഫത്താവൽ കുബറയിലെ വിഷയം. നോക്കൂ നിങ്ങൾ, എത്ര കൃത്യമാണ്. അതുപോലെ തന്നെ സിറാജ് ദിനപത്രം, അതിൻ്റെ ഫ്രൈഡേ ഫീച്ചേഴ്സിൽ ബറാത്ത് രാവിൽ പ്രത്യേക നിസ്കാരമോ പകലിൽ നോമ്പോ ഇല്ലെന്നതാണ് പ്രബലപക്ഷം എന്ന് എഴുതി വെച്ചതും കാണാൻ കഴിയും. 2007 8-ാം മാസം ഓഗസ്റ്റിലെ 24-ാം തീയതി ഇറങ്ങിയ സിറാജ് പത്രത്തിൽ ബറാത്ത് രാവുമായി ബന്ധപ്പെട്ട് വന്ന ലേഖനത്തിൽ പറയണം, ബറാത്ത് രാവിൽ പ്രത്യേക നിസ്കാരമോ പകലിൽ നോമ്പോ ഇല്ലെന്നതാണ് പ്രബലപക്ഷം. അപ്പോൾ വളരെ കൃത്യമായിട്ട് നമുക്ക് ഈ സമസ്തയുമായി ബന്ധപ്പെട്ട ആളുകൾ തന്നെ ബറാത്ത് രാവുമായി ബന്ധപ്പെട്ട് സത്യസന്ധമായി രേഖപ്പെടുത്തിയ ചില കാര്യങ്ങൾ കാണാൻ കഴിയും. അതിലൊക്കെ പറയണത് എന്താ, ഇങ്ങനൊരു നോമ്പില്ല എന്നാണ്. അപ്പം നബിയോ സ്വഹാബത്തോ ഒന്നും അനുഷ്ഠിച്ചിട്ടില്ലാത്ത സമസ്തയുടെ പ്രസിഡന്റ് പോലും ഇങ്ങനൊരു സുന്നത്ത് നോമ്പ്, ബറാത്ത് നോമ്പ് പറഞ്ഞ നോമ്പുണ്ട് എന്ന് വിശ്വസിക്കാൻ പറ്റില്ല, അങ്ങനെ നോമ്പ് നോൽക്കരുത്, അങ്ങനെ നോമ്പില്ല എന്ന് പറഞ്ഞ ഈ നോമ്പാണോ നമ്മൾ നോൽക്കുന്നത്? സഹോദരങ്ങൾ, ഇത് ബിദ്അത്താണ്, അള്ളാഹു റസൂലും പഠിപ്പിക്കാത്തതാണ്, ഇസ്ലാമിലേക്ക് പുതുതായി കടത്തിക്കൂട്ടിക്കൊണ്ടുവന്നൊരു ആചാരമാണ് ഈ ബറാത്ത് നോമ്പ്. അതുകൊണ്ട് ഈ ബറാത്ത് നോമ്പ് നമ്മൾ ഒഴിവാക്കിയിട്ട് നമ്മൾ അതിന് പകരം അയ്യാമുൽ ബീദിൻ്റെ നോമ്പ് നോൽക്കുക. അയ്യാമുൽ ബീദിൻ്റെ നീയത്തോടെ നോൽക്കാവൂ. ബറാത്ത് നോമ്പ് പറഞ്ഞ നീയത്തോടെ നോറ്റാൽ അത് ബിദ്അത്താണ്, കാരണം അള്ളാഹു റസൂലും പഠിപ്പിക്കാത്തൊരു നോമ്പാണ്. അതുകൊണ്ട് ആ നീയത്ത് അങ്ങോട്ട് മാറ്റിയിട്ട് ദീനിലില്ല നോമ്പ് നോൽക്കുക. അതെന്താ, അയ്യാമുൽ ബീദിൻ്റെ നോമ്പാണ്, ആ നോമ്പ് നോൽക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.